പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. രണ്ടെണ്ണം അടിച്ചേച്ച് പറയാം. നീ ആ ഈ ഷോപ്പിന്റെ അടുത്ത് വിട്ടൊരു മിലിറ്ററി കിട്ടുമോ നോക്ക്. പുഷ്പ 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 പുഷ്പ. നീ എന്ത് പറഞ്ഞാലും കളിയാക്കരുത് പ്രസാദേ. ആ കത്തിക്കണ്ടേ ഞാൻ ശവത്തെ കുത്താറില്ല. ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ. ഞാൻ പറയട്ടെ, ഒരു സിനിമേന്റെ സെക്കൻഡ് പാർട്ട് ഇത്ര നിർബന്ധമാണോ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. അല്ലെങ്കിൽ അത് എടുക്കുമ്പോ ഒരു മെനക്കെടുത്തൂടെ? അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. നോക്ക് ഇത് നോക്ക്. എന്റെ പൊന്നെ, നാടകം തോറ്റു. നാടകം ഏഷ്യാനെറ്റിലോടുന്ന സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനെക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയാണ്. അല്ലെങ്കിലും ഇതൊക്കെ വേലായുധം കേക്കണം. എന്റെ ഈ കഷ്ടപ്പാട് കാണാൻ ഇവിടെ ആർക്കും കണ്ണില്ലല്ലോ. പറയുന്നത് കേട്ടതൊന്നും ഈ ലോകത്ത് വേറെ ആരും കഷ്ടപ്പെടില്ലെന്ന്. ഞാൻ ഉള്ള കാര്യം പറയല, ഫാൻസിന് പോലും അപരാധമല്ലാതെ അതിലും കൂടുതലൊന്നും തോന്നില്ല. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. പാർട്ട് 1 ഇത്ര സക്സസ്ഫുൾ ആയ ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോ അതിന്റെ ഓപ്പണിംഗ് സീനിന് ഇത്രയും ശോകമൂക അപരാധം എടുത്തു വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ സുകുമാർ ജി ഞങ്ങൾ നമിച്ചിരിക്കുന്നു അല്ലേ? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്. എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യമായിട്ടും ചോദിക്കണേന്ന്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. സെക്കൻഡ് പാർട്ട് എന്തിനാണ് ഇവരെ ഇറക്കി എന്നുള്ളൊരു ഇത് നമുക്ക് കണ്ടു ചോദിക്കേണ്ട ഒരു അവസ്ഥയായി പോയി. അതാണ് ഉണ്ടായത്. അല്ല, നിങ്ങൾ എന്തിനാ ഈ ഒച്ചയും ബഹളമൊക്കെ കൂട്ടണേ? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഉറക്കവും പോയി, സമയം പോയി, പൈസയും പോയി. ആരുത്തരം പറയൂടാ. ഏത് ചേട്ടൻ ചൂടാവണെന്നല്ല എനിക്കറിയാം, ടോണല്ലേ ഇത് ഞാൻ ശരിക്കും ചൂടായതാണ്. തെലുങ്ക് പടമായിട്ട് കണ്ടിരിക്കാൻ കൊള്ളാം. തെലുങ്ക് പടം ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കുന്നത്. ഞാൻ ചൈന ഭാഷ പറയുന്നോടാ. അപരാധം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഒരു കാട്ടപരാധം എന്ന് തന്നെ പറയാം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. ഫസ്റ്റ് ഹാഫ് അവര് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്തിനാണെന്ന് വെച്ചാ അവർക്ക് തന്നെ അറിഞ്ഞൂടെ. വല്ലാണ്ട് കഥയിന്ന് മാറി. ഇപ്പൊ സീരിയലാണ്. പുഷ്പേന്ന് തുടങ്ങി ചന്ദനമഴയിൽ അവസാനിച്ച പോലെ ഇപ്പൊ കംപ്ലീറ്റ് അഹങ്കാരികൾ. നാട്ടുകാർ അങ്ങനെ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കോ? അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും? അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മസ്റ്റ് വാച്ച് ആണ് പടം. എല്ലാരും കഴിയുന്നത് എത്ര പൈസ കൊടുത്ത് പോകാൻ പറ്റുമോ, കഴിയുന്ന കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ എല്ലാരും പോയി കാണണം. ഇവൻ നമ്മളെ വരുവൻ തന്നെ. കഴിയുന്ന കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ എല്ലാരും പോയി കാണണം. അല്ലു അർജുന്റെ അമ്മുമ്മ ഞാൻ പറയണില്ല. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ. കേളം വന്നല്ലോ. കേളനോട് ചോദിച്ചാ സത്യം അറിയാം. എന്താ കേളം ഉണ്ടായത്? ഇതില് ഒരുപാട് ക്യാരക്ടേഴ്സ് വളരെ വീക്കായി പോയി. ഫസ്റ്റ് പുഷ്പ ദ റൈസ് എന്ന് പറയുന്ന 2021 ഇറങ്ങിയ സിനിമയിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോഴേക്ക് പുഷ്പയുടെ ക്യാരക്ടർ തന്നെ ഭയങ്കര വീക്കായി പോയി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. എനിക്ക് നല്ല റോളാണ്, ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ഫഹദ് ഫാസിൽ ചെയ്ത ഈ ഷക്കാവത്ത് എന്ന് പറയുന്ന IPS ഓഫീസർ ഇതിലൊരു കോമാളിയായി പോയി. ഇദ്ദേഹത്തെ ഒരു കോമാളിയാക്കിയിട്ട് ചിത്രീകരിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. രണ്ട് മെയിലുകൾ തമ്മിലുള്ള ക്ലാഷ് ആണല്ലോ, പക്ഷെ ദിലീപ് അൻവർ സിംഗ് ഇതിൽ ഉച്ചാളിയായി പോയി, ഒരു മൊണ്ണയായി പോയി. ഗുഡ് ഫോർ നത്തിങ്, അതായത് താനി കോമാളി. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്നാലും ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. രശ്മി ഇല്ലെങ്കിൽ പടം ബോറാണ്, അത് പറയുന്നില്ല. എന്താ ബാസുരേ? ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. ആരെങ്കിലും കണ്ട മാനം പോയില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഗംഭീരമായിരുന്നു സാർ. കാരണം ഈ ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല.
എന്റെ കെട്ടിയോൻ ദൈവമാണ്, എന്റെ കെട്ടിയോൻ സൂപ്പറാണ് എന്ന് പറയാ. അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചു. കെട്ടിയോനെ ഉമ്മ വെക്കുക, കെട്ടിയോനോടൊപ്പമുള്ള സ്വകാര്യ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി അയാൾ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ ക്യാരക്ടറിന് ചെയ്യാനുള്ളത്. ഞാനൊരു വികാര ജീവിയാണ്. എന്തായാലും നാഷണൽ അവാർഡ് കിട്ടും. ഈ പടത്തിൽ നാഷണൽ അവാർഡ് ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. കലാബോധമില്ലാത്ത കൊലപാതകികളായി ഈ ഏരിയ മുഴുവൻ. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. ആരാണ്ടാ പോണത്? സുകുമാരനാണ്. ആ അതെ, ഇങ്ങാട്ട് വന്ന് താഴത്തില്ല താഴത്തില്ല എന്ന് പറയുമെങ്കിലും പടം പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലെയാണ് ഉടനീളം ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് കാരണം അതായത് സിനിമ താഴുന്നില്ല, വല്ലാതെ താഴുന്നില്ല, പക്ഷേ വല്ലാതെ പൊങ്ങുന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഗുഡ് ബൈ. ഒരിക്കലും ഞാൻ താഴത്തില്ലടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ 10 ആളുകളായിട്ട് അങ്ങോട്ട് വന്നോളൂ.